മസ്ക ബൺ, മലായ് ബൺ, ജാം മസ്ക ബൺ. നമ്മുടെ നാട്ടിൽ വൈറലാവുന്നതിന് മുന്നേ തന്നെ ഇവയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു കൂട്ടം ആളുകൾ. നമ്മളിപ്പോ മുംബൈയിലെ ഒരു കൊച്ചു ചായക്കടയിലാണ് ഉള്ളത്. അനേകം ഡയറി ഫാർമുകൾ ഇവിടെ മുംബൈയിലുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന നല്ല കൊഴുത്ത എരുമപ്പാല് തിളപ്പിച്ചു കുറുക്കി വറ്റിച്ച് അത് ആറിക്കഴിയുമ്പോൾ മീതെ തെളിഞ്ഞു വരുന്ന മലായി ബണ്ണ് നെടുകെ മുറിച്ച് അതിൽ വെച്ച് തരുന്നതാണ് മലായ് മസ്ക. പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർക്കാതെ തന്നെ ഇതിനൊരു ഇളം മധുരമുണ്ട്. അടുത്തത് മസ്ക ബൺ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കണ്ടൻസ് മിൽക്കിന്റെ അതിപ്രസരമൊന്നും പ്രതീക്ഷിക്കരുതേ. ബണ്ണ് നെടുകെ മുറിച്ച് നല്ല കട്ടിയിൽ ശുദ്ധമായ വെണ്ണ തേച്ച് തരുന്നതാണ് ബൺ മസ്ക. ഇതിന്റെ ഇളം മധുരം പോരാന്ന് തോന്നുവാണെങ്കിൽ പഞ്ചസാര അതിന്റെ മീതെ തൂവിത്തരും. അടുത്തത് നമ്മൾ ട്രൈ ചെയ്തത് ജാം മസ്ക. ബണ്ണ് നെടുവെ മുറിച്ച് ഒരു വശത്ത് വെണ്ണയും മറുവശത്ത് ജാമും സ്പ്രെഡ് ചെയ്ത് തരുന്നതാണ് ജാം മസ്ക. ഇതിന്റെ കൂടെ നഗോരി ചായയാണ് നമ്മൾ കുടിച്ചത്. നല്ല കുറുകിയ പാലില് ഇഞ്ചിയും മസാലയും താരതമ്യേന അധികം പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ് ഈ ചായ. അതുകൊണ്ട് തന്നെ മസ്കയ്ക്ക് ഇപ്പോ മധുരം കുറവാണെങ്കിലും ഇതങ്ങ് ബാലൻസ് ചെയ്യുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. മിണ്ടി പറഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്.